ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടുത്തിടെയായിട്ട് കാണുന്ന കമൻസിൽ ഏറ്റവും കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റൻസ്, മുടിയുടെ അറ്റം വിണ്ട് കീറണു. അപ്പോൾ അതിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ മുടിയുടെ അറ്റം കീറുക, അതുപോലെ പൊട്ടിപ്പോകുന്നതിനൊക്കെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റഫായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ്. റഫായിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആരും അറിഞ്ഞുകൊണ്ടല്ല ചെയ്യണേ, പക്ഷെ നമ്മളുടെ ധൃതിയിലോ കാര്യങ്ങളിലോ ഒക്കെ ചെയ്യണ കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുക, കുളി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പം നമ്മൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് ടവൽ എടുത്തിട്ട് നല്ല റഫായിട്ട് തുടയ്ക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യണത് വളരെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മുടി പെട്ടെന്ന് ഇങ്ങനെ സ്പ്ലിറ്റൻസ് ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും ഒരു വലിയ കാരണമാണത്. അത് മാത്രമല്ല, നമ്മൾ നനഞ്ഞ മുടി ചീകുന്നത്, അതുപോലെ നമ്മൾ പുറത്ത് പോകുമ്പോൾ മുടി അഴിച്ചിടുന്നത്. അപ്പോൾ എന്നും പോകുന്നവർ ശ്രദ്ധിച്ചാൽ മതി. വല്ലപ്പോഴും പോകുന്നവരല്ല, എന്നും പോകുന്നവർ ഒരു ചെറിയൊരു റബ്ബർ ബാൻഡ് എങ്കിലും വെച്ചൊന്ന് കെട്ടിയിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ മുടി പിന്നിടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പൊല്യൂഷൻ, പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അതുപോലെ തന്നെ സൺ ഡാമേജ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് മുടിയുടെ അറ്റം വിണ്ട് കീറും കേട്ടോ. പിന്നെ ഇറഗുലർ പാറ്റേണിൽ നമ്മൾ എണ്ണ വെക്കുന്നത്, നമ്മളെപ്പോഴും എണ്ണ വെക്കുമ്പോൾ റെഗുലറായിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഒരാഴ്ചയിൽ 2-3 ദിവസം ചെയ്യും, അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം, അങ്ങനെ ചെയ്യുന്നതും ഇങ്ങനെ മുടിക്ക് ആ ഒരു എന്താ പറയുക, റെഗുലാരിറ്റി ഇല്ലാണ്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്ന അതും ഒരു കാരണം തന്നെയാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂസ്, മെയിൻലി ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഷാംപൂസ് പെട്ടെന്ന് മുടീനെ ഡാമേജ് ആക്കും. മുടീനെ ഡാമേജ് ആക്കുന്ന മാത്രമല്ല, നന്നായിട്ട് മുടി പൊട്ടുകയും ചെയ്യും, മുടിയുടെ അറ്റം കീറുകയും ചെയ്യും. അതുപോലെയാണ് നമ്മൾ ഒരു പ്രൊട്ടക്റ്റൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തേക്കാണ്ട് നമ്മൾ ചൂട് വെച്ചിട്ട് മുടീനെ സ്മൂത്തനിങ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ടും ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ്, ഡയറക്റ്റായിട്ട് ഉണ്ടാകുന്ന ഹീറ്റ് മുടിയെ പെട്ടെന്ന് ഡാമേജ് ആക്കും. അപ്പോൾ ഒരുപാട് കാരണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാരണം പറഞ്ഞു തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകുമ്പോൾ മുടി ഡാമേജ് ആവാണ്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് പെട്ടെന്ന് ആദ്യം ഡ്രൈ ആവുകയാണ് ചെയ്യണം. മുടി ഡ്രൈ ആയതിനു ശേഷമാണ് വളരെ തിന്നായിട്ട് മാറിയിട്ട് മുടിയുടെ അറ്റം കീറിപ്പോവും. അപ്പോൾ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക മുടിയുടെ അറ്റം. ഒരുപാടൊന്നും വെട്ടണ്ട, കുറച്ച് ഇത്രയും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. പിന്നെ അതിന് ശേഷം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഞ്ഞ അങ്ങനെ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ മുട്ടയുടെ മഞ്ഞ കളയരുത്. അതിലേക്ക് നമ്മൾ ഒരു മുട്ട എടുത്തിട്ട് അതിലേക്ക് ഫുൾ വൈറ്റ് ആൻഡ് യോക്ക് എടുക്കുക. രണ്ടും എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്കാൽപ്പിലും അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ഹെയറിലും, അത് ശ്രദ്ധിക്കണം, സ്കാൽപ്പിൽ മാത്രമല്ല ഫുൾ ലെങ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തൊരു 1/2 hour വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം. പിന്നെ നിങ്ങൾ എപ്പോഴും ഈ മഞ്ഞയെന്ന് പറയുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുപ്പിച്ചിട്ട് മൈൽഡ് ഷാംപൂസ്, പ്രത്യേകിച്ച് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൈൽഡ് ഷാംപൂസ് യൂസ് ചെയ്തിട്ട് അടുപ്പിച്ചൊരു 2 ദിവസം കഴുകിക്കളയുമ്പോൾ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. പിന്നെ റെഗുലറായിട്ട് എണ്ണ വയ്ക്കുക. എണ്ണ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കണം കേട്ടോ. ചെറുതായിട്ട് നിങ്ങൾ ചൂടാക്കിയതിന് ശേഷം എണ്ണ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ല സ്മൂത്ത്നെസ്, അതുപോലെ ഷൈനിങ് ഒക്കെ കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്പ്ലിറ്റൻസ് മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ പപ്പായ മാസ്ക്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മുട്ടയുടെ മാസ്ക് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്ത പപ്പായ എടുത്തിട്ട് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിക്കളയുക. ഇതും ശ്രദ്ധിക്കേണ്ടത് ഫുൾ ലെങ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യണം, സ്കാൽപ്പിൽ മാത്രമല്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന അലോവേര ജെല്ല്. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ കുറച്ച് പേരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിച്ചികളാണ്, ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. സോ അവരൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ജെല്ലിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് ഫുൾ ലെങ്ത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട, കിടക്കുന്ന സമയത്ത് നമ്മൾ മുടി നല്ലതുപോലെ പൊക്കി കെട്ടി വെക്കണം കേട്ടോ. കാരണം തലയണയിൽ നമ്മുടെ പില്ലോ കവറിൽ ഇങ്ങനെ കുറേ ഇതായിട്ട് റഫായിട്ട് ഇങ്ങനെ ഇതാവുമ്പോൾ പെട്ടെന്ന് മുടിക്ക് ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ തൈര്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫേസ് പാക്ക് അല്ല, ഹെയർ പാക്ക്. പപ്പായ ഹെയർ പാക്കിനകത്ത് നിങ്ങൾ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒഴിക്കുന്നതിന് പകരം തൈര് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതും വളരെ നല്ലൊരു റെമഡിയാണ് ഇത് വന്നിട്ട് അത് മാറാനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റീസൺസ് ഒട്ടുമിക്കതും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കെയർ ചെയ്യുന്ന സമയത്ത് മുടി നല്ല സോഫ്റ്റായിട്ട് തുടച്ചെടുക്കുക, താഴേക്ക് തുടച്ചെടുക്കുക, അല്ലാണ്ട് ഇങ്ങനെ റഫായിട്ട് ചെയ്യരുത്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്പ്ലിറ്റ് എൻഡ്സ് നമുക്ക് പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അത് നിങ്ങൾ എന്തെങ്കിലും വേറെ നിങ്ങൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ പിന്നെ ചിലർക്ക് ഇതിനെക്കാട്ടി കുറച്ച് റെമഡീസൊക്കെ അറിയായിരിക്കും. അങ്ങനെയുള്ള നിങ്ങൾക്ക് അറിയുന്ന റെമഡീസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കമൻസിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം സരിത.